ഇടവ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. ഇവിടെയുണ്ടായിരുന്ന 2 ഡോക്ടർമാരെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതോടെയാണ് ഇടവ PHC അവതാളത്തിലായത്. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് ഇടവ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടു വന്ന വേളയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഡോക്ടർമാർ ഇല്ലാതായതോടെ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റി. പ്രതിദിനം 150-ലേറെ പേർ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഇപ്പോഴുള്ളത് ഒരു ഡോക്ടറും ഒരു നഴ്സും മാത്രം. ജീവനക്കാരുടെ എണ്ണവും കുറവ്. എങ്ങനെ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ടു പോകും? ഡോക്ടർമാരെ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെ ഇടവ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശക്തമായ പ്രതിഷേധം തന്നെ അറിയിച്ചു കഴിഞ്ഞു. 3 ഡോക്ടർമാർ ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. 1 മെഡിക്കൽ ഓഫീസർ, 2 ഡോക്ടർമാർ. അവർക്ക് വേണ്ടത്ര പണി അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ 2 ഡോക്ടർമാർ DMയുടെ ഒരു ഓർഡർ പ്രകാരം വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതുകൂടാതെ ഇപ്പം ഈ കാലവർഷം പെയ്ത് കഴിയുമ്പോൾ പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഈ ഡോക്ടർമാരെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയത് വളരെ മോശമായി പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡോക്ടർമാരെ നമുക്ക് തിരിച്ചെന്നില്ലെങ്കിൽ നമ്മൾ അവിടുത്തെ രോഗികൾ വളരെ വിഷമിച്ചു. പ്രൈവറ്റ് ആശുപത്രിയേക്കാളും നല്ല സൗകര്യങ്ങളും നല്ല മരുന്നുകളും ഒക്കെ കൊടുക്കുന്ന ഒരു ആശുപത്രിയാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊണ്ടുപോയ ഡോക്ടർമാരിൽ ഒരാളെയെങ്കിലും അടിയന്തരമായിട്ട് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരണം. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ മാത്രം ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവരുടെ എണ്ണം 3261 മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സോണി തോമസ്. നഴ്സുമാർ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പേഷ്യൻസ് തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 3 സിസ്റ്റേഴ്സ് ഉള്ളപ്പോഴും 3 ഡോക്ടേഴ്സിന്റെ സേവനം ഉള്ളപ്പോഴും അതേ പേഷ്യൻസ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ പേഷ്യൻസിനെ നമ്മൾ ഒരു ഡോക്ടറും ഒരു സിസ്റ്ററും സെർവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വർക്ക് ലോഡ് തീർച്ചയായിട്ടും കൂടുകയാണ്. അപ്പൊ നമ്മൾക്ക് ശരിക്കും നമ്മൾ കുറച്ച് ഫെഡപ്പ് ആകും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കൊക്കെ അസുഖം വരും. അപ്പൊ ഈ 2 ഡോക്ടേഴ്സിനെ പെട്ടെന്ന് ഭരിച്ചതാണ് ഇവിടുത്തെ ഒരു പ്രശ്നവും. അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് നഴ്സും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇത് വന്നാലും ഈവൻ ഇൻ മോൺസൂൺ സീസൺസ് നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇടവ ആശുപത്രി. ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും IPU വിഭാഗം പുനരാരംഭിക്കണമെന്നും ദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഈ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമൊന്നും അല്ല. കാരണം ഡോക്ടർമാരുടെ കുറവുണ്ട്. അത് ഇവിടെ വന്ന ഒരുപാട് രോഗികൾ വളരെ അധികം സമയം ഇവിടെ കയറ്റുകൂട്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഉള്ള സ്റ്റാഫുകളെല്ലാം ഇവിടെ നീക്കം ചെയ്ത് ഈ ആശുപത്രിയുടെ നല്ല നടത്തിപ്പ് കാര്യങ്ങളിൽ ഇല്ലായ്മപ്പെടുത്തി. സത്യം പറയാം, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതായത് കുറച്ച് നേതാക്കന്മാർ ഇങ്ങോട്ട് വന്ന് രാഷ്ട്രീയം കളിച്ച് ഇവിടെ കുട്ടിച്ചോറാക്കിയത്. ഇനിയും ഇത് പുരോഗമിച്ച് വരുമെന്ന് അറിഞ്ഞൂടാ. ഒരു സ്ഥാപനം ഉയർന്നു കഴിഞ്ഞാൽ ഉയർന്നാണ് വരുന്നത്. ഇടവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം താഴ്ന്നു പോകുന്നു. ബിൽഡിംഗ് 4 പ്രവർത്തന ശേഷിയില്ല. ഇവിടെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, സ്റ്റാഫുകളെല്ലാം പോയി. ഗവൺമെന്റിൽ നിന്നുള്ള എന്തെങ്കിലും ആൾക്കാരെ അയക്കുക, അതിനുള്ള വേണ്ടുന്നത് ചെയ്യുകയോ ചെയ്താൽ ഈ നാട്ടിലുള്ള ആളുകൾക്ക് അത് കുറെ കൂടെ ഫലപ്രദമാകും. ഇടവ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനോട് അധികൃതർ കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ACB ന്യൂസ് വർക്കല.